ഹലോ ഡിയേഴ്സ്, നമ്മുടെ ഫിസിക്സിലെ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ, ദെൻ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. കാരണം വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതും പെട്ടെന്ന് നമുക്ക് മറന്നു പോകാൻ സാധ്യതയുമില്ല. സോ അതുകൊണ്ട് അത്തരം ക്വസ്റ്റ്യനുകൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു പോകണം. അതിനു വേണ്ടിയിട്ട് അത്തരം ചാപ്റ്റേഴ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളുമായിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്യുവാനാണ്. ഇനി അങ്ങോട്ട് അടുത്തടുത്ത് അതിൻ്റെ വീഡിയോകൾ വരും. ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ അല്ല, ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ അല്ല. സോ അതുകൊണ്ട് ആദ്യം നമുക്ക് സെമി കണ്ടക്ടേഴ്സിലോട്ട് പോകാം. അതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ അതിനകത്ത് ഇറ്റ് ഈസ് എ പ്യുവർ സെമി കണ്ടക്ടർ, വളരെ പ്യുവർ ആയിട്ടുള്ള. ദെൻ എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, കണ്ടെയ്ൻ ഇമ്പ്യൂരിറ്റീസ്. അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെന്ന് എഴുതിയാൽ മതി. പ്യുവർ അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഇമ്പ്യൂർ അല്ലേ, അതിനകത്ത് എന്തോ ചേർത്തിട്ടുണ്ട്. ആ ചേർക്കുന്ന പരിപാടിയാണ് ഡോപ്പിംഗ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും, പി ടൈപ്പ്, എൻ ടൈപ്പ്. പി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുക. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇപ്പം ഇവിടെ ഈ സെമി കണ്ടക്ടേഴ്സിൽ സിലിക്കൺ എന്ന് പറഞ്ഞിട്ട് സിലിക്കണിന് അങ്ങോട്ടും ഒരു ഇലക്ട്രോണും ഇവിടെ അപ്പുറത്തൊരു സിലിക്കൺ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇലക്ട്രോണും ഇതിൻ്റെ ഒരു ഇലക്ട്രോണായിട്ട് സിലിക്കൺ ഇങ്ങനെ വരിക. അപ്പോൾ ഇപ്പുറത്തും സിലിക്കൺ ഇലക്ട്രോണുകൾ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെയും സിലിക്കൺ. അപ്പോൾ എല്ലാം അതിനകത്ത് സിലിക്കൺ 4 വാലൻസി അവിടെ അതിനകത്ത് കംപ്ലീറ്റ് അതിൻ്റെ ചുറ്റും 8 ഇലക്ട്രോണുകൾ കിട്ടി. പക്ഷേ ഇനിയിപ്പം ആ സിലിക്കണെ മാറ്റിയിട്ട് നമ്മളൊരു ബോറോൺ എഴുതുമ്പോഴേ അതാണ് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുക. അപ്പോൾ ഈ ഒരു സിലിക്കണെ മാറ്റിയിട്ട് നമ്മൾ ആ സിലിക്കൻ്റെ സ്ഥാനത്ത് ബോറോൺ എഴുതുക. എന്നിട്ട് പക്ഷേ 4 ഇലക്ട്രോണിന് പകരം അവിടെ ഒരു ഇലക്ട്രോൺ ഹോളാക്കണം. ബാക്കി പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിന് ചുറ്റും അപ്പുറത്തൊക്കെ സിലിക്കൺ എഴുതുക. എന്നിട്ട് പരസ്പരം കണക്ട് ചെയ്തിട്ട് അവിടെ ഇലക്ട്രോണുകൾ എഴുതുകയും ചെയ്യാം. അപ്പോൾ ബോറോൺ വന്നാൽ ഒരു ഹോള് വന്നു, അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്, നമ്മൾ പി ടൈപ്പ്, ഹോള് പോസിറ്റീവ് ചാർജാണ്, അപ്പോൾ പി ടൈപ്പ് ആവുന്നത്. ഇനി നിങ്ങൾ മറ്റൊരു കേസിൽ നിങ്ങൾ ഫോസ്ഫറസ് ചേർക്കുക, ഒരു സിലിക്കണെ മാറ്റിയിട്ട്. അപ്പോൾ ഇതിലിപ്പം നമുക്ക് ഇവിടെ ഈ ഒരു ചിത്രം ഞാൻ വലിയ രീതിയിൽ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഒന്നിനെ മാറ്റി ഫോസ്ഫറസ് ആക്കുമ്പോഴേ, ഒരു സിലിക്കണെ മാറ്റി ഫോസ്ഫറസ് ആക്കുമ്പോൾ ഫോസ്ഫറസിന് ചുറ്റും ഇങ്ങനെ സാധാരണ പോലെ തന്നെ സിലിക്കൺ അങ്ങനെ 4 ഇലക്ട്രോണുകൾ വന്നിട്ട് 8 ഇലക്ട്രോൺ ആവും. പക്ഷേ ഫോസ്ഫറസിൻ്റെ കയ്യിൽ 5 ഇലക്ട്രോണുകളുണ്ട്. ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ നിങ്ങൾ ആ ഒരു ഇവിടെ എഴുതേണ്ടി വരും. ഇതിപ്പോൾ ഫോസ്ഫറസ് ആണെങ്കിൽ. അപ്പം അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എൻ ടൈപ്പ് എന്ന് വിളിക്കുക. അപ്പം പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നത്, ബോറോൺ, അലൂമിനിയം ഒക്കെ പോലുള്ള. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നത്, ഫോസ്ഫറസ് പോലുള്ള. അപ്പോൾ പെൻറ്റാവാലൻ്റ്, ഇവിടെ ഫോസ്ഫറസിൻ്റെ പി കണ്ടില്ല, അപ്പോൾ പെൻറ്റാവാലൻ്റ് എൻ. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക നിങ്ങൾ. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? അത് എ സി എന്ത് ചെയ്യും, ഡി സി ആക്കി മാറ്റും. അപ്പോൾ സിമ്പിൾ അല്ലേ? ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് എ സി കറൻറ്റ് ടു ഡി സി കറൻറ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 ഡയോഡ് വരയ്ക്കണം. ഇവിടെ കണ്ടോ പിക്ചർ നോക്കൂ നിങ്ങൾ, ഇത് ഒരു ഡയോഡാണ്, ഇത് മറ്റൊരു ഡയോഡ്. എന്നിട്ട് ആ ഡയോഡുകൾ ഇങ്ങനെ വരച്ച്, അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ട്രാൻസ്ഫോമർ ഇങ്ങനെ വരയ്ക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ, ഓക്കെ, 2 ലൈൻ ഇങ്ങനെ ട്രാൻസ്ഫോമർ. ദെൻ ഇവിടെ നിന്ന് നിങ്ങൾ ഒരു ഡയോഡ് വരയ്ക്കുക, ഇവിടെ നിന്ന് മറ്റൊരു ഡയോഡും വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇവിടെ നിന്ന് ദെൻ ഒരു ചെറിയ ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരയ്ക്കുക. ദെൻ ഇവിടുന്ന് ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ ലോഡിൻ്റെ, ഇവിടുന്ന് ഈ ഒരു കണക്ഷനെ നിങ്ങൾ നേരെ ഇവിടെ സെൻറ്റർ ടാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് ഇവിടെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ദെൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഓക്കെ. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് വരച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇവിടെ എർത്തിങ് കാര്യങ്ങൾ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫുൾ വേവിൻ്റെ ആ ഒരു കാര്യമായി. ഇനി അതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ്. അപ്പോൾ ഇൻപുട്ട് അത് നമ്മൾ കൊടുക്കുന്ന കറണ്ട് എ സി കറണ്ടാണ്, പക്ഷേ നമുക്ക് കിട്ടുന്നത് കണ്ടോ ഡി സി കറണ്ടാണ്. അപ്പോൾ ഓരോ ഡയോഡ് D1 കാരനാണ് ആദ്യത്തെ കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ഫോർവേഡ് ബയാസിലാകുമ്പോൾ മറ്റേത് എന്താവും, റിവേഴ്സ് ബയാസിലായിരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു D1 ഈ സമയത്ത് കറണ്ട് കടത്തിവിടും. അപ്പോൾ ഡ്യൂ ടു D1 നമുക്ക് ഈ വേവ് കിട്ടും. പിന്നെ പക്ഷേ D1 ഈ സമയത്ത് ഈ ഒരു വേവ് വരുമ്പോൾ റിവേഴ്സ് ബയാസിലാവും. എന്നാലോ D2 അത് ഫോർവേഡ് ബയാസാണ്. അപ്പോൾ D2 അതിനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒരു വേവ് ഫോം കാര്യങ്ങൾ വരച്ച് വെച്ചാൽ, അപ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക, എ ഡയോഡിലെ എ സി ഫോം, ദെൻ ബി ഡയോഡിലെ എ സി ഫോം. അപ്പം അതിനകത്ത് നിങ്ങൾ പിന്നീട് ഇങ്ങനെ വരയ്ക്കുക. അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്, വളരെ സിമ്പിളായിട്ടും സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫുൾ വേവ് റെക്ടിഫയർ. ഇനി ഹാഫ് വേവ് ആണെങ്കിൽ അതിലും സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഡയോഡ് വരച്ചാൽ മതി. ഇവിടെ നോക്കൂ, നിങ്ങൾ ഹാഫ് വേവിൽ ഒരു ഡയോഡാണ്, ബാക്കി നേരെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു ലോഡ് റെസിസ്റ്റർ ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ നേരെ ഇത് നമ്മൾ ആദ്യം വരച്ച പോലെ. പിന്നെ ഇവിടെ വേവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇൻപുട്ട് ഇതിങ്ങനെ ഒരു എ സി വേവാണ്, പക്ഷേ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു ഡയോഡുള്ളൂ. അപ്പോൾ അത് ഫോർവേഡ് ബയാസിലാകുമ്പോൾ മാത്രമേ കറണ്ട് കടത്തി വിടുള്ളൂ. അപ്പോൾ ഇവിടെ ബ്ലോക്കായി കിട്ടി, ഒന്ന് എന്തായി ബ്ലോക്കായി. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഇങ്ങനെയുള്ള ഡി സി ആണ് വരിക. ദെൻ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയർ കൺവേർട്ട് എ സി ഇൻറ്റു ഡി സി.
only one diode is used. Current conducts only in forward bias. അപ്പോൾ ബ്ലോക്സ് കറണ്ട് ഇൻ റിവേഴ്സ് ബയാസിൽ ബ്ലോക്ക് ചെയ്യും. സോ ഓൺലി ഹാഫ് സൈക്കിൾ ഓഫ് AC വോൾട്ടേജ് വേവ് ഫോം ഈസ് അലൗഡ് ടു പാസ്, അതർ ഹാഫ് ഈസ് ബ്ലോക്ക്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാവും, ഒരു ഹാഫേ അവിടെ പാസ് ചെയ്യുന്നുള്ളൂ. ദെൻ ഇലക്ട്രോണിക്ക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. എനർജി ബാൻഡ് ഡയഗ്രാം ബേസ് ചെയ്തിട്ട് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുമില്ല, ഒരു പെട്ടി വരയ്ക്കുക. ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ്. അപ്പം അതും നമ്മുടെ വാലൻസ് ബാൻഡും തമ്മിൽ ഓവർലാപ്പ്, കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കട്ടോ, ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡാണ്. അപ്പോൾ അത് അടിയിലോട്ട് വന്നിട്ട് അതിൻ്റെ എനർജി കണ്ടോ, EC ഇവിടെയാണ്, അതിൻ്റെ എനർജി ഇതാണ് EC. ദെൻ വാലൻസ് ബാൻഡ് അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അപ്പോൾ അതിൻ്റെ എനർജി കണ്ടോ എഴുതിയിരിക്കുന്നത് EV. അപ്പോൾ EC EV എന്നിങ്ങനെ എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ഗ്യാപ്പ് ആൾമോസ്റ്റ് 0 എന്ന് എഴുതി വയ്ക്കുക. ഇതാണ് നമ്മുടെ കണ്ടക്ടർ. അപ്പം ഇവിടെ ഇതിനകത്ത് ഇവിടെയും നിറയെ ഇലക്ട്രോണുകൾ ഉണ്ടാവും, ഇവിടെയും നിറയെ ഇലക്ട്രോണുകൾ ഉണ്ടാവും. ദെൻ സെമി കണ്ടക്ടേഴ്സിൻ്റെയാണ് നമുക്ക് രണ്ടാമത്തത്. ഇതിനകത്ത് എനർജി ഗ്യാപ്പ് 3 ഇലക്ട്രോ വോൾട്ടിനേക്കാൾ കുറവാണെന്ന് എഴുതി വയ്ക്കുക. ഒന്നുമില്ല, EG എനർജി ഗ്യാപ്പ് ലെസ് ദാൻ 3 EV എന്ന് എഴുതിയിട്ട് മേലെ ഒരു പെട്ടി, ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പെട്ടി, ഇവിടെ ഒരു പെട്ടി വരയ്ക്കുക, കണ്ടക്ഷൻ ബാൻഡ് എന്ന് എഴുതുക. ഇതെന്താണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ എനർജി EC എന്ന് എഴുതുക. ഇത് ഇത് നമ്മുടെ വാലൻസ് ബാൻഡ്. അപ്പോൾ അതിന് ഈ ഒരു എനർജീനെ EV എന്ന് എഴുതുക നിങ്ങൾ. ദെൻ ഗ്യാപ്പ് വളരെ ചെറിയൊരു ഗ്യാപ്പ് വരയ്ക്കുക. അപ്പോൾ ഇത് സെമി കണ്ടക്ടറായി. അപ്പോൾ ചെറിയ കുറച്ച് ഇലക്ട്രോണുകൾ ഇതിനകത്ത് ഉണ്ടാവും കണ്ടക്ഷൻ ബാൻഡിൽ. അപ്പം കാരണം എനർജി ഉള്ള ഇലക്ട്രോണുകൾ, കുറഞ്ഞ എനർജി മതി, 3 ഇലക്ട്രോ വോൾട്ടിനേക്കാൾ ഗ്യാപ്പ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലർ അങ്ങോട്ട് ചാടും. പക്ഷേ ഇൻസുലേറ്ററിൻ്റെ കേസിലേ ഇവിടെ empty ആണ്, empty കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്. അപ്പം അതിനകത്ത് എനർജി ഗ്യാപ്പ് നിങ്ങൾ വലുതാക്കി വരയ്ക്കുക, 3 ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോ വോൾട്ട്. അപ്പോൾ 3 പെട്ടി അങ്ങനെ വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്നൊക്കെ വരയ്ക്കാൻ വളരെ സിമ്പിൾ അല്ലേ. അപ്പം മാറിപ്പോകണ്ട. ആദ്യത്തേത് എന്താണ്, കണ്ടക്ടേഴ്സ് ആണ്, പിന്നെ സെമി കണ്ടക്ടർ, പിന്നെ ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞു. ഇനി ഇതിനകത്തുള്ളത് ഡിഫ്യൂഷൻ ഡ്രിഫ്റ്റ് കറണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ ഒന്നുമില്ല, നമ്മളൊരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കിയിട്ട് ഹോൾസ് എന്ത് പോകും, അപ്പോൾ ഇത് ഇവിടുന്ന് Pയിൽ ഹോൾസാണ്, ഇത് അങ്ങോട്ടേക്ക് പോകും, കാരണം അവിടെ നെഗറ്റീവ് ഇലക്ട്രോൺ ആണല്ലോ. അപ്പോൾ ഇലക്ട്രോണുകൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് വിളിക്കുക, അത് കാരണമുള്ള കറണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഹോൾസൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ കണ്ടോ, ഹോൾസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു Pയുടെ ഭാഗത്ത് നെഗറ്റീവ് ചാർജാണ് അവിടെ ഉണ്ടാവുക. അപ്പം നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു നെഗറ്റീവാണ്. പിന്നെ ഇവിടെ ഇലക്ട്രോണുകളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ പോസിറ്റീവ് ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ്ക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, പോസിറ്റീവ് നിന്ന് നെഗറ്റീവ്ക്ക്. നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അത് കാരണം ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പോസിറ്റീവ് ഇവിടെയാണ്, നെഗറ്റീവ് ഇവിടെയാണ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ്, ഇവിടെ ഹോൾസാണ്, Pയിൽ ഹോൾസാണ് കൂടുതലെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഉണ്ടാവും. ഈ ഇലക്ട്രോണുകൾ അങ്ങോട്ട് മൂവ് ചെയ്യും, ഈ ഒരു പോസിറ്റീവിൻ്റെ ഇങ്ങോട്ടേക്ക് ഇലക്ട്രോണുകൾ. അപ്പം ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഇങ്ങോട്ടേക്ക് നടക്കും, ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അതുപോലെ അവിടുന്ന് ഇവിടുത്തെ മെജോറിറ്റി നമുക്കറിയാം N ടൈപ്പിൽ ഇലക്ട്രോൺ ആണ്, പക്ഷേ അവിടെ ഹോൾസ് ഉണ്ടാവും, ഹോൾസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഹോൾ ഡ്രിഫ്റ്റ് ഇങ്ങോട്ടേക്കും ആയിരിക്കും. അപ്പം ആ ഒരു സംഭവമാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഹോൾസ് അങ്ങോട്ടേക്കും. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡ്യൂ ടു പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഓഫ് N സൈഡ് ജംഗ്ഷൻ ആൻഡ് നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഓഫ് P സൈഡ് ജംഗ്ഷൻ. അപ്പോൾ P ഭാഗം N ആവും, നെഗറ്റീവ് വരും, N ഭാഗത്ത് പോസിറ്റീവ് വരും. അങ്ങനെ അത് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും, പോസിറ്റീവ് നിന്ന് നെഗറ്റീവ്ക്ക്. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാരണം P സൈഡിൽ നിന്ന് ഇലക്ട്രോണുകൾ എങ്ങോട്ട് പോകും, N സൈഡിലോട്ട് പോകും. അതുപോലെ N സൈഡിലെ ഹോൾസ് എങ്ങോട്ട് പോകും, P സൈഡിലോട്ട് പോകും. അപ്പോൾ ഇത് കാരണമുള്ള കറണ്ടാണ് ഡ്രിഫ്റ്റ് കറണ്ട്. ഇതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുക. ദെൻ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നുമില്ല, ഒരു ഡയോഡ് ഇങ്ങനെ വരച്ച് വെച്ചിട്ട് ഡയോഡിന് ഇതാണ് പോസിറ്റീവ്, ഡയോഡിന് ഇതാണ് നെഗറ്റീവ്, എന്നിട്ട് നിങ്ങൾ ഡയോഡിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കുക, ഡയോഡിൻ്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ്. അപ്പോൾ ഡയോഡ് ഇതാണ് ഫോർവേഡ് ബയാസ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ് സെയിം, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ ഇത് കറണ്ട് കടത്തിവിടും, ഇത് ഫോർവേഡ് ബയാസ്. ഇനി റിവേഴ്സ് ബയാസ് എങ്ങനെ വരച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയോഡിൻ്റെ ഇത് പോസിറ്റീവ് ആണല്ലോ ഈ ഭാഗം, അത് നിങ്ങൾ നെഗറ്റീവ് കൊടുക്കുക, ബാറ്ററിയുടെ പോസിറ്റീവ്, ഇതിനകത്ത് ഡയോഡ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗം ബാറ്ററിയുടെ നമ്മൾ നെഗറ്റീവ് കൊടുക്കുക. ദെൻ ഡയോഡിൻ്റെ നെഗറ്റീവ് ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുക. അപ്പോൾ ഡയോഡ് ഇവിടെ കറണ്ട് കടത്തിവിടില്ല, റിവേഴ്സ് ബയാസിലാണ് നിങ്ങൾ പറയുക. ദെൻ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ് ഇതിനകത്ത് വരാറുണ്ട്, അതും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിനകത്ത് ഇവിടെ നമ്മൾ കറണ്ടാണ്, ഇത് മില്ലി ആംബിയർ ആണ്. ദെൻ ഇവിടെ മൈക്രോ ആംബിയർ കറണ്ട് നമ്മൾ മാർക്ക് ചെയ്തു, ഇവിടെ വോൾട്ടേജ് മാർക്ക് ചെയ്തു. അപ്പോൾ ആദ്യം ഒരു പൊട്ടൻഷ്യൽ ബാരിയർ, ഇതിപ്പോൾ ഫോർവേഡ് ബയാസ് ആണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് നിങ്ങൾ എഴുതി വെക്കുക, ഫോർവേഡ് ബയാസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഈ ഭാഗം നിങ്ങൾ റിവേഴ്സ് ബയാസ് എന്ന് എഴുതി വെക്കുക. അപ്പം പൊട്ടൻഷ്യൽ ബാരിയർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയോഡിൽ അതിനകത്ത് കറണ്ട് അങ്ങോട്ട് മാക്സിമം കറണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കണ്ടോ കറണ്ട് അങ്ങോട്ട് കൂടുന്നത്. അപ്പോൾ ഇവിടെ മില്ലി ആംബിയർ ആണ്. ഇനി
അപ്പോൾ ഇതാണ് ഫോർവേഡ് ബയാസ്. ഡയോഡ് കറണ്ട് കടത്തിവിടും ഫോർവേഡ് ബയാസിൽ. ദെൻ റിവേഴ്സ് ബയാസിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം റിവേഴ്സ് ബയാസിൽ നമുക്കറിയാം ഡയോഡ് എന്ത് ചെയ്യുന്നില്ല, കറണ്ട് കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. ഇനി വല്ലാണ്ട് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഡയോഡ് ബ്രേക്ക് ആവും. അപ്പോൾ ആ ഒരു വോൾട്ടേജിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, വി ഇവിടെ BR ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, സെനർ വോൾട്ടേജ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളതിനകത്ത് കാര്യങ്ങൾ പറയുന്നത്. അപ്പം VI ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ പഠിച്ചു വെച്ചു. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനുകളാണ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞത്. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റനുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് അടിപൊളിയായിട്ട് മറക്കാതെ തന്നെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസിൻ്റെ വീഡിയോ ആയിട്ട് വരും. അപ്പം മാക്സിമം നിങ്ങൾ ഷെയർ ആക്കുക വീഡിയോസ് എല്ലാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.